മത്സരം നിസാരമല്ല. ശ്വാസം വെച്ചുള്ള കളിയാണ്. മാക്സിമം ശ്വാസം ഉള്ളിലേക്കെടുത്ത് പറ്റുന്നിടത്തോളം ശക്തിയിൽ ഊതണം. കാണുന്നവർക്ക് ഒരു പക്ഷേ തമാശയായി തോന്നാം, പക്ഷേ ശംഖനാദം പുറത്തു വരാൻ കുറച്ച് വിയർക്കണം. കാലങ്ങളായി നടത്തിവരുന്ന മത്സരമാണ് കോഞ്ച് ഹോങ് അഥവാ ശംഖൂതൽ മത്സരം. 61ാമത് കോഞ്ച് ഹോങ് മത്സരത്തിൽ കുട്ടികളും മുതിർന്നവരും അടക്കം നിരവധി പേരാണ് പങ്കെടുത്തത്. വെറും ഒരു മത്സരം എന്നതിൽ ഉപരി പണ്ട് കാലങ്ങളിൽ ശംഖിനുണ്ടായിരുന്ന പ്രാധാന്യത്തെ പുതുതലമുറയിലേക്ക് എത്തിക്കുകയാണ് ഈ മത്സരം. മത്സരത്തിൽ പങ്കെടുത്ത ചിലർ ആദ്യമായാണ് ശംഖൂതുന്നത്. മറ്റു ചിലർ ശംഖൂതലിൽ കെങ്കേമന്മാരും. പുരുഷന്മാരുടെ മത്സരം വീറും വാശിയും ഏറിയതായിരുന്നു. ചിലർ 2 ശംഖ് ഒരേ സമയം ഊതി കാണികളെ കയ്യിലെടുക്കാൻ ശ്രമിച്ചു. മത്സരത്തിൽ അവസാനം വരെ ശംഖനാദം മുഴക്കി കപ്പടിച്ചത് 50 വയസ്സുകാരനായ പീറ്റർ ഡ്രേക്ക് ആയിരുന്നു. ചെറുപ്പകാലം മുതൽ കോഞ്ച് ഹോങ്ങിൽ താല്പര്യമുള്ള പീറ്റർ ഒരു മനഃശാസ്ത്രജ്ഞൻ കൂടിയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. ലാൽ കൃഷ്ണനാണ് ഉള്ളത് നമുക്കിപ്പം. ലാൽ, ഇപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഒരു ശംഖൂതൽ മത്സരം കോഞ്ച് ഹോങ്, അപ്പോൾ ഈ മത്സരത്തിൽ ഇത് എങ്ങനെയാണ് ഒരുപാട് സമയം ഈ ശംഖ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നവർക്കാണോ പ്രൈസ് കിട്ടുക? ഒപ്പം തന്നെ ഇങ്ങനത്തെ ഒരു മത്സരം കൊണ്ട് അവരെന്താണോ ഉദ്ദേശിക്കുന്നത്? ഒരു വ്യത്യസ്തമായ ഒരു മത്സര ഇനം എന്നതിലുപരി മറ്റെന്തെങ്കിലും ഒരു ലക്ഷ്യം കൂടി ഇവർക്കുണ്ടോ? തീർച്ചയായിട്ടും. ഇത് ഫ്ലോറിഡയിലാണെങ്കിൽ പോലും ഇത് അവരുടെ ജീവിത രീതി, അവരുടെ പൈതൃകമായിട്ടൊക്കെ ഒരുപാട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കോമ്പറ്റീഷൻ ഐറ്റമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ മുൻ തലമുറകളിൽ എല്ലാവരും ഈ ശംഖിനോട് അല്ലെങ്കിൽ ശംഖുമായിട്ട് ബന്ധപ്പെട്ട ജീവിത രീതികളോട് എല്ലാത്തിനോടും താതാത്മ്യം പ്രാപിച്ചവരായിരുന്നു. അത് പുതിയ തലമുറയിലേക്ക് കൂടി പകരുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റമായിട്ട് പോവുക. അപ്പം സ്വാഭാവികമായിട്ട് ഒരു കോമ്പറ്റീഷൻ ഐറ്റം ആകുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കും. ശംഖിനെക്കുറിച്ചും ശംഖ് ഊതേണ്ടത് എങ്ങനെയാണ് എന്ന രീതിയിലൊക്കെ കുറിച്ച് പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. സാധാരണഗതിയിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ നോർമലി ഊതുന്ന പോലെ ഊതിയാൽ ശംഖിൽ നിന്നൊരു ശബ്ദവും പുറത്തേക്ക് വരാൻ പോകുന്നില്ല. ശംഖ് ഊതുന്നത് അതിൻ്റെ പ്രത്യേക രീതിയിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റമാണ് എന്ന രീതിയിൽ ഇന്ത്യയിലുണ്ടായിരുന്നെങ്കിൽ ഇത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടൊരു മത്സരമാണ്. കാരണം നമ്മുടെ പരമ്പരാഗത കാലഘട്ടം എന്നുള്ള ക്ഷേത്രകലകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ശംഖിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്, ശംഖ് ഊതുന്ന ആളുകളുമാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നമ്മളതിനെ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ടുമാണ് നമ്മൾ അറിഞ്ഞിരുന്നില്ല. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട വിഷയം. പിന്നെ ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഈ മത്സരത്തിൻ്റെ രീതി എന്നുള്ളത്, അതായത് ഏറ്റവും ദൈർഘ്യമേറിയ ഈ സമയത്ത് ഊന്നി നിൽക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ വളരെ വ്യത്യസ്തമായ ഒരു മത്സര ഇനം തന്നെയായിരുന്നു ലാൽ. അത് എനിക്കും അതൊരു ആദ്യത്തെ ഒരു അനുഭവം. ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷനൊക്കെ നമ്മുടെ ലോകത്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള അറിയുന്നത് ഒരു കൗതുകം നൽകുന്ന ഒരു വാർത്ത കൂടി തന്നെയായിരുന്നു. ശരി.